ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ജലജയും കൂടി ആ വലിയ സ്വർണ്ണമാല തന്നെ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ആദർശ് കാണുന്നുമുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം നയനയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് എത്തിയ നയനയുടെ അടുക്കെ ആദർശ് പറയുന്നുണ്ട്, നീ പോയതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ ആദർശേട്ടാ, എന്താ? അത് വേറൊന്നുമല്ല, നീ പോയ പുറകെ ആ അപ്പച്ചി അബിയും കൂടെ റൂമിലേക്ക് വന്നിരുന്നു. നയന ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ആദർശേട്ടാ അവർ രണ്ടുപേരും കൂടെ ഇവിടെ എൻ്റെ റൂമിലേക്ക് വന്നത്? വന്നിട്ട് അവർ ആദർശേട്ടനെ കണ്ടോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്നെ അവർ കണ്ടില്ല. അവർ വാതിൽ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ ഒളിച്ചിരുന്നു. അവർ വന്ന് നിന്റെ അലമാരിയൊക്കെ തുറന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അലമാരിയോ? അവരെന്തിനാ എൻ്റെ അലമാരി തുറന്നു നോക്കുന്നത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എടോ, അതിന് ഞാനിവിടെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അവർക്കറിയത്തില്ലല്ലോ. തന്നെ കൊണ്ട് ഹോസ്പിറ്റലിലും പോയി. അപ്പോൾ ഈ റൂമിൽ ആരുമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഈ റൂമിനകം കയറി പരിശോധിച്ചത്. അലമാരിയൊക്കെ തപ്പി തൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കി. പിന്നെ തനിക്ക് മുത്തശ്ശി തന്ന ആ പാരമ്പര്യമായി കൈമാറി വന്നിരുന്ന വലിയ നെക്ലേസ് ഇല്ലേ, അതും കൈക്കലാക്കിയിട്ടാണ് രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നയന ചോദിക്കുന്നുണ്ട്, ഇത്രയെല്ലാം ഏട്ടൻ്റെ മുന്നിൽ നടന്നിട്ട് ഏട്ടനൊന്നും മിണ്ടിയില്ലേ? അപ്പോൾ ആദർശ് പറയാണ്, അതിന് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. എന്തായാലും അപ്പച്ചി അത് സാരിക്കുള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. നീ നാളെ ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നയന പറയാണ്, എൻ്റെ ഈശ്വര, കുറച്ച് സമയത്തേക്കിന് അതും അസുഖമായിട്ട് ഞാൻ ഈ റൂമിൽ നിന്നൊന്ന് മാറി നിന്നപ്പോഴത്തേക്കിനും അവരെൻ്റെ റൂം തപ്പിയിരിക്കുന്നു. ഈ അബിക്കും അപ്പച്ചിക്കും സ്വർണത്തിനോടുള്ള ആർത്തി ഒരിക്കലും തീരില്ല. ഇപ്പോഴേ ഇത്രയൊക്കെ ചെയ്ത ഇവര് ഈ കുടുംബം തകരാനും അതേപോലെ നമ്മുടെ ജ്വല്ലറിയെ തകർക്കാനും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? അതൊക്കെ ശരിയാ. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ അഭി തന്നെയാണ്. അവൻ്റെ ബുദ്ധിയാണ് എന്നെ ദുബായ് ജയിലിൽ അടയ്ക്കാനുള്ളത്. ജ്വല്ലറിക്കാരുടെ കൂട്ടത്തിൽ കൂടി അവൻ തന്നെയാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്, അവൻ്റെ ലാഭത്തിന് വേണ്ടി. നമ്മുടെ ഇവിടുത്തെ ജ്വല്ലറിയിൽ നിന്നൊക്കെ അവനെ പുറത്താക്കിയത് കൊണ്ട് എങ്ങനെയെങ്കിലും ജ്വല്ലറി കയറി പറ്റാനുള്ള പ്ലാനാണ് അവൻ്റേത്. അതിനു വേണ്ടിയിട്ട് അവൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എന്തായാലും താൻ ഈ സംഭവം നാളെ തന്നെ പൊളിച്ചെടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയന എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആഭരണങ്ങളൊന്നും കാണുന്നില്ല. അതിലൊരു വലിയ നെക്ലേസ് ഉണ്ടായിരുന്നു, മുത്തശ്ശി പാരമ്പര്യമായിട്ട് കൈമാറി തന്ന നെക്ലേസ്, അതും കാണുന്നില്ല. അവരുടെ സംസാരം കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിന്റെ അലമാരയിലുള്ള സ്വർണം അത് നീ അറിയാതെ എവിടെ പോകാനാണ്? അത് വന്ന് ആരെടുക്കാനാ? അപ്പോൾ നയന പറയുന്നുണ്ട്, അതിന് ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ സ്വർണം പോയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് അച്ഛനും അമ്മയും എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്നില്ലേ, ആ സമയത്താണ് എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ റൂമിലില്ല എന്നും ഈ വീട്ടിൽ തന്നെ ഇല്ല എന്നും ഉറപ്പുള്ളവർ തന്നെയാണ് ആ സമയത്ത് ആ റൂമിലേക്ക് കയറിയത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പുറത്തുനിന്നുള്ള ഒരു കള്ളനും ഇവിടെ കയറാൻ ഒരു സാധ്യതയുമില്ല. കാരണം സെക്യൂരിറ്റി ഉണ്ട്, CCTV ഉണ്ട്. CCTV ക്യാമറയിൽ ഒരാൾ പോലും അകത്ത് വന്നതായിട്ടോ പുറത്തു വന്നതായിട്ടോ ഉള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതാരായിരിക്കും ഈ വീട്ടിൽ ചെയ്തു കാണുക? അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ, അപ്പച്ചി അറിയാതെ ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, ദേ നയനെ, വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട കേട്ടോ. അമ്മയാണെങ്കിൽ വെറുതെ കുറേ സ്വർണവും അതേപോലെ പൈതൃകമായി കൈമാറി വന്ന വിലപിടിച്ച സ്വർണം പോലും അർഹതയില്ലാത്ത ഇവളെയാണ് ഏൽപ്പിച്ചത്. അതിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. ഇവള് തന്നെ മിക്കവാറും അതെടുത്ത് ഇവളുടെ വീട്ടിലേക്ക് കൈമാറിയിട്ടുണ്ടാകും. എന്നിട്ടിപ്പോൾ കാണാതെ പോയെന്നൊരു കള്ളക്കഥ അടിച്ചിറക്കിയാൽ മതിയല്ലോ. അല്ലാതെ ഇത്രയും നാളും പോകാത്ത ഈ സ്വർണം ആരാണ് ഇപ്പം ഇത് അടിച്ചു മാറ്റാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, എനിക്കറിയാം, ഇത് അപ്പച്ചി അല്ലാതെ വേറെ ആരും എടുത്തിട്ടില്ല. ഉറപ്പായിട്ടും അപ്പച്ചി തന്നെയാണ് ആ സ്വർണ്ണമാല എടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താടി പറഞ്ഞത്? എന്തും പറയാന്നുള്ള ഇതിലായോ നിനക്ക്? ഞാനാ ഇത് എടുത്തെന്നുള്ളതിന് എന്ത് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത്? ഞാൻ നിൻ്റെ അലമാരയിൽ നിന്ന് സ്വർണം എടുത്തതിന് എന്തെങ്കിലും തെളിവ് നിൻ്റെ കയ്യിലുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ജലജ. ഈ സമയത്ത് ആദർശ് തെളിവ് ഞാൻ തന്നാൽ മതിയോ എന്നും ചോദിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇത് കണ്ട് അഭിയും ജലജയും വല്ലാതെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ആദർശിനെ കണ്ട ഉടനെ ജലജ അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? ആദർശല്ലേ ഈ നിൽക്കുന്നത്? നീയല്ലേ പറഞ്ഞേ ദുബായ് ജയിലിലാണെന്ന്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്,
ഞാൻ കണ്ടു, എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടു. അഭിയും അതേപോലെ ജലജപ്പച്ചയും കൂടെ ഇന്നലെ വൈകിട്ട് റൂമിൽ വന്നതും മാല എടുത്തുകൊണ്ട് പോകുന്നതും. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അതിന് നീ ആ റൂമിലുണ്ടായിരുന്നോ? നീ ദുബായ് ജയിലിലാണെന്നല്ലേ പറഞ്ഞിരുന്നത്? ആദർശ് അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട്, അല്ല, ഞാനങ്ങ് ദുബായ് ജയിലിലായിരിക്കണമെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ആഗ്രഹമായിരുന്നല്ലേ. അതിനുവേണ്ടി ഈ വീട്ടിലുള്ളവരൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ ഞാനങ്ങ് ദുബായ് ജയിലിലൊന്നും അല്ലായിരുന്നു. 3-4 ദിവസമായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെ പ്രവൃത്തിയും ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഞാൻ ആ റൂമിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ 2 പേരൂടെ വന്ന് നയനയുടെ റൂമിൽ നിന്ന് അവളുടെ സ്വർണം അടിച്ചു മാറ്റുന്നത് എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളിത് ആരോടെങ്കിലും സമ്മതിക്കുമായിരുന്നോ? അതും കൂടി നയനയുടെ അച്ഛൻ്റെ അമ്മയുടെ മണ്ടേ വെച്ചേനെ. ഇതെല്ലാം കണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന ആബി ആദർശനോട് ചോദിക്കുന്നുണ്ട്, അല്ല, എന്നാലും ആദർശേട്ടൻ എങ്ങനെ ഇവിടെ വന്നു? ആദർശ് പറയുന്നുണ്ട്, നീ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നല്ലേ എന്നെ അവിടുത്തെ ജയിലിൽ അടയ്ക്കാൻ. പക്ഷേ അതൊന്നും നടന്നില്ല. നിന്റെ ജ്വല്ലറിക്കാരെക്കാട്ടിലും ഒരു പിടി മുന്നിൽ തന്നെയാണ് എപ്പോഴും നമ്മുടെ മുത്തശ്ശൻ. ആ മുത്തശ്ശൻ്റെ ഒറ്റ ഒരാളുടെ കഴിവ് മൂലമാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും എന്നെ ചതിക്കാൻ നോക്കിയവർക്ക് അവിടെ അങ്ങ് നല്ല മുട്ടം പണി തന്നെ കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് അഭിയും ജലജയും കൂടെ മുഖത്തോട് മുഖം നോക്കി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? നയനമോളുടെ മുറിയിലിരുന്ന ആ മാല അതിപ്പോൾ എവിടെയാ ജലജയെ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛ. അപ്പോൾ ആദർശ് പറയാണ്, അപ്പച്ചി കൂടുതൽ കളവൊന്നും പറഞ്ഞ് നിൽക്കാൻ നോക്കണ്ട. ആ മര്യാദയ്ക്ക് ആ മാല ഇങ്ങ് എടുത്തോണ്ട് പോവാ, അതാ നല്ലത്. ജലജ വല്ലാതെ ഒന്ന് ഉരുണ്ട് പറയണ്ട് അഭിയൊന്ന് നോക്കിയിട്ട് പതിയെ പോയി ആ മാല ഇങ്ങ് എടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഞാനിത് എനിക്ക് അർഹതയുണ്ടല്ലോ ഇത് എടുക്കാൻ എന്നോർത്താണ് എടുത്തത്. ഒരു അർഹതയുമില്ലാത്ത നയനയുടെ കയ്യിൽ ഇതിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനും ഈ കുടുംബത്തിലെ തന്നെയല്ലേ, എനിക്കും അർഹതപ്പെട്ടതാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് എൻ്റെ കൈവശം വെച്ചത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, അതെങ്ങനാ നിനക്ക് അർഹതപ്പെടുന്നത്? നയനമ്മയുടെ കൈകൾ അതിന് അർഹതപ്പെട്ടതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അവളുടെ കൈ കൊടുത്തത്. അത് പാരമ്പര്യമായി അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത് നയനമോളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അവൾക്ക് കൊടുത്തത്. അത് കട്ടെടുക്കാൻ നിനക്ക് നാണമില്ലേ? അപ്പോൾ ജലജ പറയാണ്, അമ്മേ, ഞാനും ഈ വീട്ടിലുള്ളത് തന്നെയല്ലേ, അപ്പോൾ അത് എനിക്കിവിടെ അർഹതപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാനത് കട്ടെടുത്തായിട്ടൊന്നും ആരും കരുതണ്ട. അഭിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മയ്ക്കും കൂടെ അർഹതപ്പെട്ടതല്ലേ ഈ മുതല്. എല്ലാം നയനയ്ക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ ഉള്ളവരെല്ലാം ഇരിക്കുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതേടാ, അതങ്ങനെ തന്നെയാ. നിന്റെ അമ്മ ഒരു പേരും കള്ളിയാ. സ്വർണത്തിനോടും പണത്തിനോടും ആർത്തിമൂത്ത് കുശുമ്പും കുന്നായ്മയും കൊണ്ടു നടക്കുന്ന ഒരു വിഷവിത്ത്. അവളുടെ മകനല്ലേ നീ. ആ ഗുണം ആവശ്യത്തിലേറെ നിനക്കും കിട്ടിയിട്ടുണ്ട്. നീ ഈ കുടുംബം തകർക്കാൻ നോക്കുവല്ലേ. നമ്മുടെ ജ്വല്ലറിക്കെതിരെ കളിക്കുന്നതും നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആദർശിനെ അങ്ങ് ദുബായ് ജയിലിലെ അടയ്ക്കാനുള്ള സകല ചരടുവലികളും നടത്തിയത് നീയാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയുള്ള നിന്നെ ഇനി എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്നറിയാം. നിന്റെ അമ്മ ചെയ്തു കൂട്ടിയതിനൊന്നും ഇനി അവളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. അവൾ നന്നാകാൻ പോകുന്നില്ല. ഇവളെ ചെറുപ്പത്തിലെ ആവശ്യത്തിന് തല്ലി വളർത്താത്തതിൻ്റെ കുറവാണ് ഇവൾക്ക് വന്നത്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ആകപ്പാടെ ചെയ്ത ഒരേ ഒരു തെറ്റ് ഇവളെ എടുത്തു വളർത്തിയെന്നുള്ളതാണ്. അതിൻ്റെ ശിക്ഷ എനിക്ക് ധാരാളം കിട്ടുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഇവളെ തല്ലിയിട്ടൊരു കാര്യമില്ല. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. എന്നിട്ട് അഭിയുടെ കാരണം നോക്കി മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ ഈ അമ്മ ചെയ്തു കൂട്ടുന്നതിനൊക്കെ കാരണം നീയാണ്. അതുപോലെ നീയും ഈ കുടുംബത്തിനെതിരെ കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും ഒരു വിചാരമുണ്ട്, ഒരു ധാരണയുണ്ട്, ഈ കുടുംബത്തിൽ എന്നും നിലനിന്ന് പോകാമെന്ന്. നിന്റെ ഭാര്യയെയും കുഞ്ഞിനെ ഓർത്തിട്ടാണ് നീ 2 ഇപ്പോൾ ഈ വീട്ടിനകത്ത് നിലനിന്ന് പോകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ 2നെ അടിച്ച് വെളിയിലെറിഞ്ഞേനെ. ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ ഈ ഒരു അധികാരം കൂടി നിനക്ക് 2നും ഉണ്ടാവില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ 2ന്റെ സ്ഥാനം അനന്തപുരിക്ക് പുറത്തായിരിക്കും. അങ്ങനെ മുഖവും തൂത്തുകൊണ്ട് 2 പേരും അഭിയും ജലജയും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നവ്യയാണെങ്കിൽ അനന്തപുരിയിൽ ഉണ്ടായിരുന്നില്ല. അവള് മോഡലിങ്ങിനൊക്കെ ആയിട്ട് വെളിയിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വലിയ അഹങ്കാരത്തോടു കൂടിയാണ് അവളുടെ വരവ്. ഈ സമയത്ത് അഭിയും ജലജയും ആകെപ്പാടെ തലകുനിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്.
അഭിയെ ജലജയെ കാണുന്ന നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേർക്ക് ഇത് എന്തു പറ്റി? ആകപ്പാട് വിഷമിച്ചിരിക്കുവാണല്ലോ. എന്താ എന്താ സംഭവിച്ചത്? അല്ല എന്താ അഭി നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ നിന്റെ മുഖത്തൊരു പാട്? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? അപ്പോൾ ജലജ പറയാണ്, പിന്നെ ഉപദ്രവിക്കാതെ, അച്ഛൻ അവനിട്ട് 2 കൊടുത്തു, അതിൻ്റെയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പം എന്തിനാ ഇവനെ തല്ലിയത്? എല്ലാത്തിനും അവൻ്റെ മണ്ടയിലേക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? എന്തു പറഞ്ഞാലും നിന്റെ മണ്ടയിലോട്ടങ്ങ് കയറാമെന്ന് ഇവിടെയുള്ളവർക്കൊരു ധാരണയുണ്ട്. അല്ല എന്തിനാണ് അഭി നിന്നെ ഇവർ തല്ലിയത്? അഭി അപ്പോൾ പറയുന്നുണ്ട്, എന്ത് സ്ഥിരമുള്ളത് തന്നെ, ആദർശിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഞാനാണെന്നും പറഞ്ഞ്. നീ അറിഞ്ഞോ, ആ ആദർശ് എന്ന് പറയുന്നവൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. 3-4 ദിവസമായിട്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അവനങ്ങ് ദുബായ് ജയിലിലാണെന്ന് നമ്മളെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ് ഇവര്. പക്ഷേ അവൻ്റെ റൂമിൽ അടച്ചിട്ടിരിപ്പായിരുന്നു. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലെന്ന് മാത്രം. നിന്റെ അനിയത്തിക്ക് എല്ലാ വിവരവും അറിയായിരുന്നു. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, ആദർശ് അപ്പോൾ ജയിലിലല്ലേ? ഏയ് ആദർശ് ജയിലിലൊന്നും അല്ലായിരുന്നു. നമ്മൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാ. ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു ആദർശ് ജയിലിലല്ല എന്നുള്ള വിവരം ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യവും. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒളിച്ചിരിക്കുമായിരുന്നു. ഇതിനെല്ലാം കൂട്ടായിട്ട് നിന്റെ അനിയത്തിയും ഉണ്ട്. നവ്യ അപ്പോൾ പറയാണ്, വെറുതെ അല്ല അവളുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടാകാഞ്ഞത്. ജലജയും പറയുന്നുണ്ട്, അതെ അതുകൊണ്ട് തന്നെയാണ് ഏട്ടത്തിക്കും അവൾക്കും ഒന്നും ഒരു വിഷമവും ഇല്ലാതിരുന്നത്. നമ്മളെ ഇവിടെ എല്ലാവരും കൂടെ പൊട്ടം കളിപ്പിക്കുകയാണ്. അത് ചോദ്യം ചെയ്ത് ഞാൻ ഒരുങ്ങിയതിനാണ് ഇവരെ അടിച്ചൊരു വശത്താക്കിയത് മുത്തശ്ശൻ. നവ്യ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചോദിച്ചിട്ടേ ഉള്ളല്ലോ. ഈ വീട്ടിലുള്ളവരെല്ലാവരും അങ്ങനെ പൊട്ടം കളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആദർശ് അങ്ങ് ദുബായ് ജയിലിലാണെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കുമായിരുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ആദർശ് ഇവിടെ വന്ന കാര്യം നമ്മളുടെ അറിഞ്ഞെങ്കിൽ എന്താ കുഴപ്പം? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ യാതൊരു അവകാശവും നമുക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നവ്യ തുള്ളിച്ചാടി മുത്തശ്ശൻ്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ മുത്തശ്ശ ഇത്? എന്തൊക്കെയായി കാണിക്കുന്നേ? ഇപ്പോഴും ഞാനില്ലാതിരുന്ന സമയത്ത് അവിക്കിട്ട് മുത്തശ്ശൻ അടിച്ചല്ലേ? അവൻ്റെ മുഖമാണ് ആകെ വീങ്ങി തെറ്റിയിരിക്കുക. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ തല്ലാനുള്ളതാണോ അവന്? മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. അഭിയും ജലജയും കൂടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോ? അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അവനെ അടിച്ചത്. നവ്യ ചോദിക്കുന്നുണ്ട്, അവൻ എന്ത് ചെയ്തു കൂട്ടിയെന്നാണ് നിങ്ങളീ പറയുന്നത്? ഈ വീടൊന്നും മറച്ചിട്ടിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങളൊക്കെ തന്നെയല്ലേ തെറ്റ് ചെയ്തത്? ആദർശേട്ടൻ അങ്ങ് ദുബായ് ജയിലിലാണെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിനകത്ത് വന്ന് ഒളിച്ചിരിക്കുമല്ലായിരുന്നു. ഞങ്ങളോട് 3 പേരോടും അല്ലേ ഇക്കാര്യം നിങ്ങൾ മറച്ചു വെച്ചത്? ബാക്കി എല്ലാവർക്കും, ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഈ കാര്യം അറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങളോട് 3 പേരോടും ഇത് മറച്ചു വെച്ചത്? അല്ലെങ്കിലും ഈ വീട്ടിലുള്ള ഏതൊരു കാര്യത്തിനും ഞങ്ങളോട് 3 പേരോടും ഒരു ഒളിച്ചുമറവുണ്ട് നിങ്ങൾക്ക്. അമ്മ പറയുന്നത് സത്യമാണ്. എല്ലാത്തിനും ഒരു 2ാം തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. അമ്മ ഈ വീട്ടിലെ രക്തബന്ധമൊന്നും അല്ലല്ലോ, നിങ്ങൾ എടുത്തു വളർത്തി എന്നുള്ളൊരു ബന്ധമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ എല്ലാവരും അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ചുമ്മാതല്ല അഭി കുറച്ചെങ്കിലും ഈ രീതിയിലൊക്കെ ഉഴപ്പനായി പോയത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പോൾ മുത്തശ്ശൻ നവ്യയോട് പറയാണ്, നവ്യെ നീ മുത്തശ്ശനോട് എതിർക്കാനൊന്നും ആയിട്ടില്ല. മുത്തശ്ശൻ നവ്യയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണവുമുണ്ട്. നവ്യയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവൾ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന എന്ത് കാരണമാണ് ഉള്ളത്? വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ എടുത്തിട്ട് തല്ലാനുള്ളതാണോ അബി? അതിനുവേണ്ടി എന്ത് തെറ്റാവൻ ചെയ്തിട്ടുള്ളത്? അവനാണെങ്കിൽ ഈ ജുവലറിയിൽ ഇപ്പോൾ ഒരു സ്ഥാനം പോലും ഇല്ല. ജുവലറിയിൽ നിന്നെല്ലാം അവനെ പുറത്താക്കി. ഇവിടെ നിന്നൊന്നും ഒരു ശമ്പളവും അവന് ലഭിക്കുന്നില്ല. എന്തിന്? ഇപ്പോൾ ഞാൻ പോയി മോഡലിംഗ് ചെയ്യുന്ന പണം കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞും ഞങ്ങളുമൊക്കെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അവനെ തല്ലിയെന്ന് എനിക്കറിയണം. അവൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യെ ആ ജുവലറിയുടെ കൂട്ടത്തിൽ കൂടി നീ ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. അഭിയും ജലജയൊക്കെ അതിനെ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരിക്കും. കാരണം അവരുടെയൊക്കെ ലക്ഷ്യം മൂർത്തി ജുവലറിയുടെ അധപ്പതനം മാത്രമാണ്. നവ്യ പറയുന്നുണ്ട്, അതൊന്നുമല്ല, അവർ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമല്ല, ഇതിപ്പോൾ എൻ്റെ കൂടെ ഒരു വാശിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളകത്തേക്ക് കയറി പോവാണ്. ഇത്രയായിട്ടും അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ അവൾ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? ഇപ്പോഴും അവളുടെ മനസ്സിൽ ജലജയും അഭിയൊക്കെ ചെയ്യുന്നതാണ് ശരി. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? മുത്തശ്ശൻ പറയുകയാണ്,
ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൾ എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതിൻ്റെയൊക്കെ അവസാനം സത്യം മുഴുവൻ അവളെ വെളിപ്പെടുത്തി കൊടുക്കും ഞാൻ. അങ്ങനെ വളരെ ദേഷ്യത്തോടു തുള്ളിച്ചാടി കയറിപ്പോയ നവ്യ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ചന്തുമോൾ അതിലേ വരുന്നുണ്ട്. അവിടെ നവ്യയുടെ കുഞ്ഞാണെങ്കിൽ പിച്ച നടക്കുന്ന സമയമാണ്. അത് നോക്കി അവൾ ആ റൂമിൻ്റെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചന്തുമോള് കുഞ്ഞിനെ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് വാവേ വാവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ചന്തുമോളുടെ സൗണ്ട് കേട്ട് ദേഷ്യത്തോടു കൂടി തന്നെ നവ്യ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ ചന്തുമോളെ കണ്ടപ്പോൾ എന്താടി നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ, നിനക്കെന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ചന്തുമോള് സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി, ഞാൻ കുഞ്ഞാവെ കാണാൻ വേണ്ടി വന്നതാ ആൻറ്റി. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ ഇതാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന്. പിന്നെന്തിനാടി നീ എൻ്റെ റൂമിൻ്റെ വാതിക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? നീ ചെല്ല്, നിന്നെ നയനാമ്മയുടെ അരികിലോട്ട് ചെല്ല്. നിന്നെപ്പോലെ ഒരു വിഷവിത്ത് നീ ഈ കുടുംബത്തിൽ കയറിയതോടുകൂടി മനുഷ്യൻ്റെ ഉള്ള സമാധാനം പോയി. ഇതൊക്കെ കേട്ട് ചന്തുമോള് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തുടങ്ങാണ്. പെട്ടെന്ന് നവ്യ പറയുന്നുണ്ട്, നിക്കടി അവിടെ, നിന്റെ ആദർശ അച്ഛൻ വന്നിട്ട് എന്നതാ കൊണ്ടു തന്നത്? നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം നിനക്കും അറിയാമായിരുന്നല്ലേ? അപ്പം ചന്തുമോള് പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അറിയില്ലായിരുന്നു ആദർശത്തിന് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം എനിക്കറിയില്ല. എല്ലാവരും പറഞ്ഞില്ലേ അച്ഛൻ ജയിലിലാണെന്ന്, അങ്ങ് ദുബായ് ജയിലിലാണെന്ന്. എനിക്ക് അതേ അറിയുള്ളൂ. ഓഹോ, അപ്പം അതൊക്കെ നിനക്കറിയാം, നിന്റെ അച്ഛൻ ജയിലിലാണെന്നുള്ള വിവരമൊക്കെ. നിന്റെ അമ്മയില്ലേ അനഘ, അവള് ചത്തോ ജീവിച്ചോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വല്ല നിനക്കറിയാമോ? നവ്യ ഈ പറയുന്നതും ബഹളമൊക്കെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ താഴെ നിന്ന് കേൾക്കുന്നുണ്ട്. നവ്യയുടെ ഈ ഓരോ വാക്കുകളും കേട്ട് ചന്തുമോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം വീണ്ടും വീണ്ടും നവ്യ ചോദിക്കുകയാണ്, അല്ല നിന്റെ അനഘ അമ്മയങ്ങ് മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യുവടി? ഇനി അവള് ചാകാനിപ്പോൾ അധികം താമസമൊന്നുമില്ലല്ലോ, ഇപ്പം തന്നെ ഏകദേശം തീർന്ന അവസ്ഥയിലല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ചന്തുമോൾ പൊട്ടി പൊട്ടി കരയാണ്. കരഞ്ഞുകൊണ്ട് ചന്തുമോൾ ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശന് ആകെപ്പാട് വിഷമമാവുകയാണ്. ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനോട് ആ നവ്യ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിന്റെ അമ്മ മരിച്ചു പോകാറായില്ലേ എന്നൊക്കെ പിഞ്ചു പൈതലിനോടല്ലേ അവളീ പറഞ്ഞത്? കരഞ്ഞുകൊണ്ട് ഓടി വന്ന ചന്തുമോളെ എടുത്തുകൊണ്ട് മുത്തശ്ശൻ തിരിച്ച് നവ്യയുടെ അടുക്കിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. നവ്യേ, നീ എന്തൊക്കെയായി കുഞ്ഞിനോട് പറയുന്നത്? ഈ പിഞ്ചു പൈതലിനോട് നിനക്ക് അങ്ങനൊക്കെ സംസാരിക്കണമായിരുന്നു? നിനക്കും ഒരു കുഞ്ഞുള്ളതല്ലേ? അതിനെപ്പോലെ നിനക്കിതിനെയും കണ്ടൂടെ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിനെപ്പോലെ ഇതിനെ കാണാനായിട്ട് ഇത് ഞങ്ങളുടെ ആരുമല്ല, അത് എൻ്റെ കുഞ്ഞ്, എൻ്റെ അബിയുടെയും ചോരയിൽ പിറന്ന കുഞ്ഞ്. ഇത് ആദർശിൻ്റെ കുഞ്ഞാണ്, ആദർശിൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞ്. എൻ്റെ അനീത്തിയുണ്ടല്ലോ നയന, അവളെ ചതിച്ചത് ആദർശ്. അങ്ങനെയുള്ള ഈ കൊച്ചിനെ ഈ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത് തന്നെ വളരെ മോശമാണ്. ആ നയനയില്ലേ, അവൾക്ക് നാണമില്ലാഞ്ഞിട്ടാണ് ഇതിനെ ഏറ്റെടുത്ത് അവളെ കൊണ്ടു നടക്കുന്നത്. അതിനൊന്നും എന്നെ കിട്ടില്ല, എനിക്കതിനൊന്നും നേരവും ഇല്ല. ഒരു ചന്തുമോള് വന്നിരിക്കുന്നു, ചന്തുമോള്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഈ പിഞ്ചു കുഞ്ഞിനോട് നീ കാണിക്കുന്നതൊന്നും നല്ലതിനല്ല. നീ അറിയാത്തതായിട്ട് പല കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. അബിയെക്കുറിച്ച് പോലും നല്ലതായ രീതിയിലല്ല ഇവിടെ നടക്കുന്നതും അറിയുന്നതും ഒന്നും. അതൊക്കെ അറിഞ്ഞാൽ അവസാനം നീ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതും പറഞ്ഞ് നിങ്ങൾ കുറേയായി എന്നെ പേടിപ്പിക്കുന്നു. അബിയെക്കുറിച്ച് എന്തൊക്കെയോ നിങ്ങൾക്കറിയാം, അതൊക്കെ പറയും. അതറിയുമ്പോൾ ഞാൻ വിഷമിക്കേണ്ടി വരും. ഇത്രയുമായിട്ടും അതിനൊരു കാരണം നിങ്ങൾക്ക് പറയാനില്ലല്ലോ. അതിനെന്താ കാരണം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി അങ്ങനെ പറഞ്ഞു തരാനായിട്ടുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, അതിനുവേണ്ടി ഓരോ നമ്പർ ഇടുന്നതല്ലേ. ഓരോന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആദർശനെ ന്യായീകരിക്കണം, അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? ചന്തുമോള് ഇങ്ങോട്ട് വന്ന് നിന്റെ റൂമിൽ വന്ന് നിന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടെന്ന് വെച്ച് ഇതിനും വേണ്ടി വലിയ തെറ്റെന്താ ഉള്ളത്? അതും ഒരു പിഞ്ചു കുഞ്ഞല്ലേ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഈ അസുര വിത്ത് വരണ്ട. പിഴച്ചു പറ്റ ഈ സന്തതി വന്ന് എൻ്റെ കൊച്ചിനെ കണ്ടാലുണ്ടല്ലോ, അത് എൻ്റെ കുഞ്ഞിനെ കൂടി ദോഷമായിട്ട് ബാധിക്കും. ഇവള് എൻ്റെ കുഞ്ഞിൻ്റെ കൺവെട്ടത്ത് വരുന്നത് പോലും എനിക്കിഷ്ടമില്ല. അതിനി ആരൊക്കെ ന്യായീകരിച്ചാലും പറഞ്ഞാലും ശരി, ഇവളെ എനിക്കിഷ്ടമില്ല എന്നൊക്കെ നവ്യ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നവ്യെ മതി, നിർത്ത്, നിന്റെ സംസാരം അങ്ങ് അതിര് വിടുന്നു, ഇതുപോലൊന്നും നീ പറയരുത്. അപ്പോൾ നവ്യ പറയാണ്, പറയും, ഇനിയും പറയും. ഈ പിഴച്ച വിറ്റുകൾ എൻ്റെ കുഞ്ഞിൻ്റെ നിഴൽവെട്ടത്ത് പോലും വരുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, പിഴച്ചു പറ്റതല്ലേ,
അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയണ്ടേ? ഈ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന് നിനക്കറിയായിരിക്കുമല്ലോ അല്ലേ? അനക്ക അവൾ മരിച്ചു പോകാറായി എന്നും പറഞ്ഞല്ലേ നീ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചത്? എങ്ങനെയെങ്കിലും ഈ കുഞ്ഞു മനസ്സ് കുത്തി നോക്കണമെന്നല്ലേ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നീ കേട്ടോ, ഈ കുഞ്ഞിൻ്റെ അച്ഛനും നിന്റെ കൊച്ചിൻ്റെ അച്ഛനും ഒരാൾ തന്നെയാ, അബി. ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷത്തേക്കിന് നവ്യൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നാലും അപ്പം തന്നെ അവൾ തിരിച്ചു പറയുന്നുണ്ട്, ഓ ഇനി അടുത്ത കള്ളക്കഥയുമായി ഇറങ്ങി. ഇത് അബിയുടെ കുഞ്ഞാണ് പോലും. ആദർശിൻ്റെ കുഞ്ഞായത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും കൂടി ഈ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ അതിപ്പോഴും അനന്തപുരിയിൽ നിൽക്കുന്നതും? എന്തിന്? സ്വന്തം കുഞ്ഞാണെന്നും പറഞ്ഞ് നയനയും ആദർശം പോലും നോക്കുന്നു. എന്നിട്ട് ഇതെല്ലാം പോരാഞ്ഞിട്ട് അതിപ്പോൾ അബിയുടെ കുഞ്ഞാണ് പോലും. എന്തുണ്ടെങ്കിലും എന്ത് കുറ്റം ഉണ്ടെങ്കിലും അത് അബിയുടെ തലയിലേക്ക് വെച്ചേക്കണം. അവനാണല്ലോ ഇപ്പം ഇവിടുത്തെ ചെണ്ട എന്നൊക്കെ നവ്യ പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നിനക്കത് വിശ്വാസമായില്ലല്ലേ? അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും നിനക്കത് വിശ്വാസമായിട്ടില്ലല്ലേ? ഈ ചന്തുമോളെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? ആദർശം നയനയും ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ? അതല്ല, നിന്നെ ഒരാളെ ഓർത്താണ്. നിന്റെ ജീവിതം തകരരുതെന്ന് ചിന്തിച്ചിട്ടാണ്. അതിനുവേണ്ടി മാത്രമാണ് ആദർശ് ഈ അപമാനം ഏറ്റെടുത്തത്. നിനക്കറിയുമോ, അനാമികയും മറ്റുള്ളവരും എല്ലാവരും കൂടി ആദർശിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറപ്പെട്ടപ്പോഴും നയനമോള് സ്വന്തം കുഞ്ഞല്ലാന്ന് ആദർശ് പറഞ്ഞിട്ടില്ല. അതുപോലെ നയനമോളും പറഞ്ഞിട്ടില്ല. സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ നോക്കുന്നത് അതിനെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ നിന്റെയും നിന്റെ കുഞ്ഞിൻ്റെയും. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ, ഇത് ആദർശൻ്റെ കുഞ്ഞായതുകൊണ്ട് തന്നെയല്ലേ ഇതിനെ നിങ്ങളിവിടെ കയറ്റിയത്? അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളിതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക പോലും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, മതി നവ്യേ, നീ വെറുതെ തർക്കിക്കാൻ വരണ്ട. നിന്റെ ജീവിതം തകരല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് നിന്റെ അനിയത്തെയും അതുപോലെ ആദർശം ഇതൊക്കെ സഹിക്കുന്നത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും, നന്ദുവിനും എല്ലാവർക്കും ഈ വിവരങ്ങൾ അറിയാം. നിനക്കൊഴികെ. എന്തിന്, നിന്റെ അമ്മായിമ്മയ്ക്ക് പോലും ഈ സത്യങ്ങൾ അറിയാം. അബി എന്ന് പറയുന്ന അവനില്ലേ, ആ പെരുങ്കള്ളൻ, അവൻ ഇപ്പോഴും നിന്നെ ചതിച്ചോണ്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും മറ്റൊരുത്തൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവൻ തള്ളി വിട്ടിരിക്കുക ആദർശിന്റെ തലയിലേക്ക്. അത് മാത്രമോ, അബിയുടെയും ചന്തുമോളുടെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത് വരെ അത് ആദർശന്റെ കുഞ്ഞാണെന്നുള്ളത് ഈ വീട്ടിലുള്ള എല്ലാവരെയും തന്നെ അവൻ വിശ്വസിപ്പിച്ചു. അത്രയ്ക്കും ചതിയനാണ് അവൻ. ഇപ്പോഴും ഇത്രയായിട്ട് പോലും ആ കുഞ്ഞിനെ ഒന്ന് നോക്കാനോ സ്നേഹത്തോടൊന്ന് അതിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാനോ പോലും അവൻ തയ്യാറായിട്ടില്ല. അവൻ്റെ ചോരയിലുണ്ടായ ആദ്യത്തെ കുഞ്ഞായിട്ട് പോലും അവൻ ഇപ്പോഴും അതിനെ തള്ളി പറയുക. ഇത്രയൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടും ഇതൊന്നും വിശ്വസിക്കാതെ നിൽക്കുകയാണ് നവ്യ. ഈ സമയത്ത് നയന പോയിട്ട് റൂമിൽ നിന്ന് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എടുത്തുകൊണ്ട് വന്ന് നവ്യയുടെ കൊടുക്കുന്നുണ്ട്. ഇത് നോക്ക് ചേച്ചി, ഇത് DNA ടെസ്റ്റിലെ റിസൾട്ടാണ്. ഇത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കൈ കിട്ടിയതാണെന്നറിയാമോ? ചേച്ചിയുടെ ജീവിതം ഒരിക്കലും തകരരുതെന്ന് കരുതിയിട്ടാണ്, എന്നും ഈ വീട്ടിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതുവരെ ചേച്ചിയോട് ഇതൊന്നും പറയാതെ ഇതെല്ലാം ഞങ്ങളുടെ കൈ കരുതി വെച്ചിരുന്നത്. ഇതൊക്കെ അറിയുമ്പോൾ ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി പോകരുത് എന്നുള്ളൊരാഗ്രഹം മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ട്. അങ്ങനെ നവ്യ ആ റിസൾട്ട് വാങ്ങി നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യ അപ്പോൾ ജലജയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തൊക്കെയാ അമ്മ ഇവരീ പറയുന്നത്? അപ്പോൾ അബിയുടെ കുഞ്ഞു തന്നെയാണോ ചന്തുമോള്? അമ്മേ പറ, സത്യം പറ, ചന്തുമോള് അബിയുടെ കുഞ്ഞാണോ? എന്നാൽ ഇതിന് മറുപടിയൊന്നും പറയാതെ തല കുനിച്ച് നിൽക്കുകയാണ് ജലജ. അത് കാണുമ്പോൾ തന്നെ നവ്യയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതോടെ കാണുമ്പോൾ നവ്യയുടെ ദേഷ്യം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അവൾ ചോദിക്കുകയാണ്, അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? ആ ദുഷ്ടന അബി, അവൻ എന്നെ ചതിക്കുമായിരുന്നല്ലേ? അബിയുടെ ഓരോ പ്രവൃത്തിയും അവൻ എന്നെ ചതിക്കുവാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നെങ്കിലും അവനിലുള്ള ആത്മവിശ്വാസം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവനെ ഞാൻ വിശ്വസിച്ചു. നിങ്ങളെയെല്ലാം ഞാൻ ഒറ്റപ്പെടുത്തി. എന്തായാലും എനിക്ക് എല്ലാത്തിനും തൃപ്തിയായി. എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? എന്താണേലും എനിക്ക് സന്തോഷമായി. എല്ലാവരും കൂടെ എനിക്ക് ചെയ്തു തന്നത് ഇത്രയും നാളും അബിയെ ന്യായീകരിച്ചതിന് എനിക്ക് വേഷ കിട്ടി. എന്തിന് എന്നെ ചതിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂട്ടുനിന്നു. മുത്തശ്ശനും മുത്തശ്ശിയും നയനയും എല്ലാവരും. നിങ്ങളിത് നേരത്തെ എന്നേക്ക് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ചതിക്കപ്പെടില്ലായിരുന്നു.
ഇതൊക്കെ നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും സത്യങ്ങളൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞേനെ. അല്ലാതെ പൊട്ടനാട്ടം കാണുന്നത് പോലെ അവനെ ന്യായീകരിച്ച് നിൽക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. പാവം പിടിച്ച ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ചവനാണവൻ. അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവനാണവൻ. ഇത്രയും ക്രൂരത ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന അവനെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ ഇനിയും ഞാൻ ജീവിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോളെ, നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നീയും കുഞ്ഞും ഈ വീട്ടിൽ വേണം. അത് അനന്തപുരിയുടെ സന്തതിയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെ എടുപിടിയുന്നൊരു തീരുമാനം ചേച്ചി എടുക്കാതെ. ഇപ്പോൾ ഇവിടെ നിന്ന് പിണങ്ങി ചേച്ചി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അതൊരുപാട് വിഷമമാവും. അവർക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നവ്യ പറയാണ്, ആര് താങ്ങിയാലും താങ്ങിയില്ലേലും ഇനി അവിയുടെ ഒപ്പം ഒരു ജീവിതം എനിക്കില്ല. അവനെപ്പോലെ ഒരു കള്ളൻ്റെ കൂടെ ഇനിയും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്കും എൻ്റെ കുഞ്ഞിൻ്റെയും എന്ത് വിലയാണുള്ളത്? നാളെ ഒരവസരത്തിൽ എന്നെയും കുഞ്ഞിനെയും കഴിച്ച് ഞെരിച്ച് കൊല്ലില്ല എന്ന് പറയാൻ പറ്റുമോ? നാളെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ എന്നെയും കുഞ്ഞിനെയും കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ തന്നെ അനഘയെ അവൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി വന്നപ്പോൾ അനഘയെ കിടക്കപ്പായിലാക്കിയില്ലേ? എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കോമാ സ്റ്റേജിലേക്ക് അവൻ തള്ളിവിട്ടില്ലേ? അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ ഇനിയും എന്തർത്ഥത്തിലാണ് ഞാൻ ജീവിക്കണമെന്ന് നിങ്ങളൊക്കെ പറയുന്നത്? ഈ നവ്യയ്ക്ക് ആത്മാഭിമാനമുണ്ട്. ഞാൻ ഇപ്പോഴും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കോളാം. ആർക്കും ഒരു ഭാരമാകാതെ ഞാനങ്ങ് പോയിക്കോളാം. അപ്പം ജലജ പറയാണ്, നവ്യേ, നീ നിന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. നവ്യ പറയാണ്, നിങ്ങൾ മിണ്ടിപ്പോകരുത്. നിങ്ങളുടെ മകൻ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ്. അവനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് നിങ്ങളാണ്. എത്ര പെൺകുട്ടികളെയാണ് അവൻ ചതിച്ചിരിക്കുന്നത്. ഓരോ പെൺപിള്ളാരെയും പ്രാക്ക്. ഈ പാവങ്ങളെല്ലാം അവൻ എവിടെ കൊണ്ട് വെക്കും? അതെല്ലാം നിങ്ങളുടെ തലയിൽ വന്ന് വീഴും. അതെല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും എന്നൊക്കെ ജലജയോട് ചോദിക്കുകയാണ്. ആദർശന് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഈ സമയത്ത്. അങ്ങനെ ആദർശന്റെ നേരെ ചെന്ന് നവ്യ കൈ കൂപ്പിക്കൊണ്ട് ആദർശനോട് പറയുകയാണ്, ആദർശേട്ടാ, ഞാൻ ആദർശേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് വേദനിപ്പിച്ചു, അപമാനിച്ചു. പറയാൻ പാടില്ലാത്ത പല വാക്കുകളും ഞാൻ പറഞ്ഞു. ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനാണെന്നും ആദർശേട്ടൻ നയനെ ചതിക്കുമായിരുന്നു എന്നും ഒക്കെയുള്ള ആ ഒരു ചിന്താഗതിയാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അബിയും അങ്ങനെയാണ് എന്നെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരുന്നത്. ആദർശേട്ടനോട് ഞാൻ ഒരുപാട് മാപ്പ് ചോദിക്കുന്നു. ആദർശേട്ടനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി. അതുപോലെ നയനയെയും. ഇതിനൊക്കെ ഞാൻ എന്ത് മാപ്പ് ചോദിച്ചാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ആദർശേട്ടൻ എനിക്ക് മാപ്പ് തരണം. ആദർശേട്ടൻ്റെ മനസ്സ് ഒന്ന് ചെറുതായെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം എൻ്റെ മേലോ എൻ്റെ കുഞ്ഞിൻ്റെ മേലോ പതിക്കരുത്. അതിനുവേണ്ടി ആദർശേട്ടൻ എന്നോട് ക്ഷമിക്കണം.